ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെക്കേഷനായിട്ട് ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിരപ്പിള്ളിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ സിൽവർ സ്ട്രോമിൻ്റെ സ്കൈ സ്ട്രോം എന്ന് പറഞ്ഞൊരു പുതിയ ഒരു സംഭവം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരും, മോനിക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 3 പേർക്കും കൂടെ 2800 രൂപ ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എക്സ്പെൻസീവ് തന്നെയാണ്. പിന്നെ നമ്മൾ കേബിൾ കാറിൽ കയറിയിട്ട് കുറച്ച് മുകളിലായിട്ട് ചെന്നിറങ്ങി. അവിടെ അവർ കുറച്ച് ഇങ്ങനെ കാടും അങ്ങനെ പ്രകൃതിയുമൊക്കെ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പക്ഷികളും മൃഗങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ഒരു ഫിഷ് പോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാർട്ടിങ് തന്നെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ ഏകദേശം എപ്പോഴും കാണുന്ന പോലത്തെ പക്ഷികളും മൃഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. വെറൈറ്റി ആയിട്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷികളുടെയൊക്കെ ആ ഒരു സ്ഥലം കഴിഞ്ഞിട്ട് പിന്നെ ഒരു കേവാണ് കേട്ടോ. ഇതൊക്കെ അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ ആ കേവിൽ കൂടെ പോയിട്ട് പിന്നെ അവിടെ ഒരു ഫോറസ്റ്റ് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ തന്നെ ഒരു ഗൈഡ് പോലെ അവർ നമുക്ക് എല്ലാവരും ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്നതാണുള്ളത് എന്നൊക്കെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ മരങ്ങളും അതിൻ്റെ നടുക്ക് കൂടെ ഒരു പാത്ത് വേയും ഒക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കണത്. പിന്നെ കുറേ പക്ഷികളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുന്നുണ്ട്. കൂടിലൊന്നുമല്ല, നമ്മുടെ മുകളിൽ കൂടെയൊക്കെ പറന്ന് നടക്കുന്നത്. പിന്നെ നമുക്ക് ഫുഡൊക്കെ കൊടുക്കാമെന്ന് തോന്നുന്നു. പിന്നെ അവിടെ കണ്ടതാണ് ഒരു ട്രൈബൽ ഹൗസൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുണ്ടല്ലോ, അതൊക്കെയാണ്. പിന്നെ ഒരു ട്രൈബൽ മാനിനെയും അവിടെ വെച്ചിട്ടുണ്ട്, ഒരു ഫ്ലൂട്ടൊക്കെ പിടിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ നല്ല ഫോട്ടോ സ്പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നല്ല ഫോട്ടോ സ്പോട്ടുകളൊക്കെ ഉണ്ട്. കേബിൾ കാറ് ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നതും ഒക്കെ ഉണ്ട്. പിന്നെയും കുറേ പക്ഷികളൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ വെറൈറ്റി ആയിട്ട് തോന്നിയത് ആടുകളെയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഏത് ഒരു ഇതിൽപ്പെട്ട ആടാണെന്നൊന്നും എനിക്കറിയില്ല. ആടുകളൊക്കെ ഇങ്ങനെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ അവർ കൂടൊക്കെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എപ്പോഴും കാണുന്ന പോലത്തെ കുറച്ച് മൃഗങ്ങളൊക്കെയാണ് ഉണ്ടായത്. പിന്നെ ഈ ഒരാളാണ് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇയാളെ കാണുന്നത്. പിന്നെ അവിടെ ഒരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഇവർ സെറ്റ് ചെയ്തേക്കാണ്, പക്ഷേ നല്ല നാച്ചുറാലിറ്റി തോന്നുന്ന രീതിയിലാണ് കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പോണ്ടൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആർട്ടിഫിഷ്യൽ കോടമഞ്ഞ് ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ. 2 സൈഡിലും കുറച്ച് മരങ്ങളൊക്കെ ആയിട്ട് നടുക്ക് കൂടെ ഒരു പാത്ത് വേയും പിന്നെ അതിൽ നിറയെ കോടമഞ്ഞ് ഇങ്ങനെ വരുന്ന പോലെ ആർട്ടിഫിഷ്യലായിട്ട് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പാലവും ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല ഫോട്ടോ സ്പോട്ടുകളാണ് കേട്ടോ. ഇവിടെ ക്യാമറയ്ക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ക്യാമറയും മൊബൈലും ഒക്കെ യൂസ് ചെയ്യാമെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് ആ പാത്ത് വേ കൂടെ ഇങ്ങനെ നടന്നു പോകാം. അതും ഒരു നല്ലൊരു രസമാണ്. പിന്നെ അവിടെ എക്സ്ട്രാ ഉണ്ടായത് ഫിഷ് പായാണ്. അവിടെ നമുക്ക് എക്സ്ട്രാ കാശ് കൊടുക്കേണ്ട വരുമെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് ടോയ്സിൻ്റെ കടയും കോഫി ഷോപ്പ്, പിന്നെ നമ്മുടെ ചോക്ലേറ്റ്സും സ്പൈസസ് ഒക്കെ ഉള്ളൊരു ഷോപ്പൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഞങ്ങൾ പോയെന്ന് നല്ല മഴ ആയതുകൊണ്ട് തന്നെ അവർ നമുക്ക് കുടയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കയ്യിൽ കുടയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡ്രോപ്പിംഗ് പോയിൻറ്റിൽ തന്നെയാണ് കേട്ടോ പിക്കപ്പ് പോയിൻറ്റും. സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം തിരക്കൊന്നുമില്ല. കേബിൾ കാർ വന്നിട്ട് കുറച്ചൊന്ന് സ്ലോ ഡൗൺ ആവും. അപ്പോൾ അതിൽ നിന്ന് ആളുകൾ ഇറങ്ങുമ്പോൾ നമുക്ക് കയറാം. അധികം റഷൊന്നും ഇല്ല കേട്ടോ. പിന്നെ കേബിൾ കാറിൽ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ് കേട്ടോ. എല്ലാ സൈഡിലും കാണാൻ പറ്റുന്നത് മഞ്ഞല്ല, കോടമഞ്ഞും മലയൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ വാട്ടർ തീം പാർക്കിൻ്റെ മുകളിൽ കൂടെയാണ് പോണത്. ഞങ്ങളിത് കഴിഞ്ഞിട്ട് വാട്ടർ തീം പാർക്കിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് 2ലും കൂടെ കയറിയോണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വാട്ടർ തീം പാർക്കിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്